സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ സമരം അവസാനിപ്പിച്ചു. ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണ. കഴിഞ്ഞ ഡിസംബർ മാസത്തെ ശമ്പളം നാളെ തന്നെ നൽകുമെന്ന് ധനമന്ത്രി ഉറപ്പു നൽകി. വേതന പാക്കേജ് വിശദമായി പഠിച്ചതിനു ശേഷം അംഗീകരിക്കാമെന്ന് ചർച്ചയിൽ മന്ത്രി വ്യക്തമാക്കി. കമ്മീഷൻ അടുത്ത മാസം 15-ന് നൽകണമെന്നുള്ള കാര്യത്തിൽ തർക്കമുള്ള വിഷയമല്ല. എന്നാൽ നിലവിൽ ബന്ധപ്പെട്ട ശീർഷകത്തിൽ സീലിംഗ് നിലനിൽക്കുന്നതിനാൽ സീലിംഗ് എൻഹാൻസ്മെൻറ്റ്, വാംസ് ക്ലിയറൻസ് എന്നീ നടപടിക്രമങ്ങൾ ഓരോ മാസവും പൂർത്തിയാകേണ്ടി വരുന്നതിനാലാണ് ഈ കമ്മീഷൻ വൈകുന്ന അവസ്ഥ ഉണ്ടായത്. ധനമന്ത്രിയുമായി ആലോചിച്ച് അതിനൊരു സ്ഥിര സംവിധാനം, വ്യവസ്ഥ ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ ധാരണയിലെത്തി. അതനുസരിച്ച് ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥരും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരുമായി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അതത് മാസങ്ങളിൽ 10-നും 15-നും ഇടയിൽ അവരുടെ കമ്മീഷൻ കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു വ്യവസ്ഥ ക്രമീകരണം ഉണ്ടാക്കാമെന്ന് ഇന്നവർക്ക് ഞാൻ ഉറപ്പ് കൊടുത്തു. കമ്മീഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാർച്ചിൽ ആരംഭിക്കാമെന്ന് പറഞ്ഞു. എത്രയും വേഗത്തിൽ അത് പൂർത്തിയാക്കാം. അർഹമായിട്ടുള്ള വർധനവ് എന്താണോ എന്ന് ആ ചർച്ചയിൽ ഉയർന്നു വരുന്നത് അത് നടപ്പാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റേഷൻ കട നാളെ മുതൽ പ്രവർത്തിക്കും. പക്ഷേ ഇന്ന് ഉണ്ടായ കാര്യത്തിൽ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. യാതൊരു കാരണവശാലും വേതന പാക്കേജുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറല്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്ന മന്ത്രി അത് റേഷൻ വ്യാപാരികളുമായി ചർച്ച ചെയ്യാം. ഇതിൽ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് ഗവൺമെൻറ് പക്കലുണ്ട്. ആ റിപ്പോർട്ടിന്മേൽ മാർച്ച് മാസം ആദ്യം നിങ്ങളുമായി ചർച്ച ചെയ്യാം, എത്രയും പെട്ടെന്ന് അതിൽ തീരുമാനമെടുക്കാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ തീരുമാനം അദ്ദേഹം കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഈ സമരത്തിലേക്ക് പോകില്ലായിരുന്നു. ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കും. ഷിജോ, അരിമുടങ്ങില്ല, എന്തൊക്കെ ചർച്ചയിൽ ധാരണകൾ ആയി, എങ്ങനെ വിശ്വാസത്തിലെടുത്തു വ്യാപാരികളെ സർക്കാർ? സ്നേഹ, സംസ്ഥാനത്തെ 14,014 വരുന്ന റേഷൻ വ്യാപാരികൾ ഇന്ന് പ്രഖ്യാപിച്ച പണിമുടക്ക് അത് രാവിലെ മുതൽ തുടർന്ന് വരികയായിരുന്നു. അതാണ് 24 മണിക്കൂർ തികയുന്നതിന് മുൻപേ ഇപ്പോൾ ചർച്ചയിലൂടെ പിൻവലിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ 5 റേഷൻ വ്യാപാരി സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്ക് പൂർണ്ണമായിട്ട് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഉറപ്പുകൾ ഭക്ഷ്യമന്ത്രി GR അനിൽ റേഷൻ വ്യാപാരി സംഘടനാ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പുകൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 5 ആവശ്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതിൽ 3 ആവശ്യങ്ങൾ വളരെ നേരത്തെ തന്നെ സർക്കാർ അംഗീകരിച്ചതാണ്. KTPDS ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക, ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അങ്ങനെ തുടങ്ങി മറ്റു ചില ആവശ്യങ്ങൾ സർക്കാർ നേരത്തെ അംഗീകരിച്ചതാണ്. പ്രധാനപ്പെട്ട 2 ആവശ്യം എന്ന് പറയുന്നത് ഇവിടെ കമ്മീഷൻ, അതായത് ഇവരുടെ വേതനം പരിഷ്കരിക്കുക, വേതന പരിഷ്കരണം നടപ്പിലാക്കുക, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ഈ കമ്മീഷൻ നൽകുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഇപ്പോൾ അംഗീകരിക്കാം എന്നുള്ള കാര്യമാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ റേഷൻ വ്യാപാരി സംഘടനാ നേതാക്കൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതിങ്ങനെയാണ്, അതായത് ഈ മാസത്തെ റേഷൻ വിതരണം ചെയ്ത് കഴിഞ്ഞാൽ, ജനുവരി മാസത്തെ റേഷൻ പൂർണ്ണമായിട്ട് വിതരണം ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസത്തെ കമ്മീഷൻ തുക ഫെബ്രുവരി 10-നും 15-നും ഇടയിൽ നൽകുന്ന കാര്യം തീർച്ചയാണ്. അതിനകത്ത് ഒരു വീഴ്ചയും ഇനി ഉണ്ടാവില്ല. അപ്പോൾ കൃത്യമായിട്ട് അതാത് മാസം റേഷൻ വിതരണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ അടുത്ത മാസം 10-നും 15-നും ഇടയിൽ കമ്മീഷൻ തുക നൽകും എന്നുള്ള ഉറപ്പ് ഭക്ഷ്യമന്ത്രി ഇപ്പോൾ റേഷൻ വ്യാപാരികൾക്ക് നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കമ്മീഷൻ തുക കൂട്ടണം എന്നുള്ളതായിരുന്നു. മിനിമം ഒരു 30,000 രൂപയെങ്കിലും ആക്കണം എന്നുള്ളതാണ് റേഷൻ വ്യാപാരികളുടെ ആവശ്യം. അതടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പഠിച്ച ഒരു 3-അംഗ സമിതിയെ സർക്കാർ നേരത്തെ നിയോഗിച്ചതാണ്. ആ സമിതിയുടെ പഠന റിപ്പോർട്ട് ഭക്ഷ്യമന്ത്രിക്ക് മുമ്പാകെയുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടിന്മേൽ വിശദമായിട്ടുള്ള പഠനം കൂടി നടത്തി, അതിനകത്ത് കൂടുതൽ കൂടിയാലോചനകളൊക്കെ നടത്തി മാർച്ച് മാസം ഇതിനകത്ത് കൃത്യമായിട്ടുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഈ ശമ്പള പരിഷ്കരണം, അതായത് കമ്മീഷൻ തുക പരിഷ്കരിക്കുന്ന കാര്യം ആലോചിക്കാമെന്നുള്ള ഉറപ്പ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി GR അനിൽ ഈ പറയുന്ന റേഷൻ വ്യാപാരികൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവർക്ക് ഈ കമ്മീഷൻ തുക കൃത്യമായിട്ട് തന്നെ വിതരണം ചെയ്യാമെന്നുള്ള ഉറപ്പ് ധനകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഇപ്പോൾ അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ കമ്മീഷൻ തുക പരിഷ്കരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും, പരിഷ്കരിക്കാതിരിക്കില്ല എന്നുള്ള ഉറപ്പ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിലവിൽ കിട്ടുന്ന തുക എത്രയാണോ അത്ര തന്നെ ആയിരിക്കില്ല, അതിൽ കൂടുതൽ കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് റേഷൻ വ്യാപാരി സംഘടനാ നേതാക്കൾ പ്രഖ്യാപിച്ച പണിമുടക്ക് 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ പിൻവലിച്ചത്. ഇതിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും LDF കൺവീനർ TP രാമകൃഷ്ണനും അതുപോലെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കളുമടക്കമുള്ളവർ ഇടപെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി കൂടി ഇടപെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് വളരെ വേഗം തന്നെ ഭക്ഷ്യമന്ത്രി ഇടപെട്ട് ചർച്ച വിളിക്കുകയും ഈ സമരം അവസാനിപ്പിക്കുകയും ചെയ്തത്.